തേങ്ങ കേടുകൂടാതെ എത്ര വർഷം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും? കൃത്യമായി ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ മിനിമം 67 വർഷം സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. അതിനുള്ള തെളിവാണ് ഈ കാണുന്ന 2 തേങ്ങ. കോഴിക്കോട് ഒളവണ്ണ നാഗത്തുംപാടത്തെ ഈ പഴയ കടമുറിയുടെ വരാന്തയിലെ കഴുക്കോലിലാണ് 2 തേങ്ങ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ചരിത്രം കേട്ടറിയാം. ചാലിയത്ത് നിന്ന് തോണി മാർഗം നാളികേരം ഇവിടെ ചെറിയക്കാട്ട് മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ പരിസരത്ത് മുഴുവനും തേങ്ങ കച്ചവടമായിരുന്നു. അങ്ങനെ അവിടുന്ന് 2 വ്യക്തികൾ തോണി മാർഗം നാളികേരം ഇവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് തോണിയിൽ നിന്ന് നാളികേരം കരയിൽ ഇട്ട സമയത്ത് അസാധാരണ വലിപ്പം കണ്ട്, അന്നേരത്തെ നാളികേരത്തും അസാധാരണ വലിപ്പം കണ്ട് 3 നാളികേരം ഇവിടെ കെട്ടി തൂക്കിയതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോ ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് പൊളിച്ച് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കിയപ്പം അതോടുകൂടി അതിൻ്റെ കഥ കഴിഞ്ഞ്. ഈ 2 നാളികേരം എൻ്റെ കുട്ടിക്കാലത്ത്, എനിക്കിപ്പോൾ 60 വയസ്സായി, എൻ്റെ കുട്ടിക്കാലത്തിനെക്കാട്ടിലും ഒരു 6-7 വർഷം മുമ്പേ ഇത് ഈ പ്രദേശത്തുള്ള മുഹമ്മദ് ഹാജിൻ്റെ നാളികേരവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ തൊഴിലാളികളായ 2 പേര്, ഒന്ന് പുതിയോട്ടിൽ പോക്കരുട്ടി, ഒന്ന് അയിലാളത്ത് രാരു, ഈ 2 വ്യക്തികൾ കൂടിയിട്ട് ഇത് അന്നത്തെ ചെറിയ ചകരി നൂല്, അതായത് ചൂടിയിൽ കെട്ടിത്തൂക്കിയതായിരുന്നു ഇത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ പുഴയിൽ കൂടെ ഒരു നാളികേരം ഒലിച്ചു പോവുകയാണെങ്കിൽ അന്നേരം ആളുകൾ എടുത്ത് ചാടി ആ നാളികേരം കൊണ്ടുവന്ന് അത് വിറ്റിട്ട് കപ്പ അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ പള്ളയുടെ പട്ടിണി കൊണ്ട് ഒരുപാട് ആളുകൾ കോയമുട്ടാണെങ്കിലും അടക്കയാണെങ്കിലും തേങ്ങ വീണതാണെങ്കിലും ഒക്കെ എടുക്കും. അപ്പോൾ എടുത്തിട്ട് അന്നേരത്തെ പട്ടിണിയും മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ. പക്ഷേ എന്നിട്ട് പോലും ഈ പരിസരത്ത് കൂടെ പോകുന്ന, അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ, പല രീതിയിലുള്ള ആളുകളുണ്ട്. അന്ന് കള്ളന്മാരൊക്കെ ശല്യങ്ങൾ ഒരുപാടുള്ള ആളുകളാണ് 10-60 വർഷം മുമ്പ്. എന്നിട്ട് പോലും ഈ പരിസരത്തോ അല്ലെങ്കിൽ ഇതിൽ പോകുന്ന ആളുകളോ ഇന്ന് വരെ ഒന്നും ചെയ്യാതെ നല്ല സുരക്ഷിതമായി ഈ പ്രദേശത്തുള്ള ആളുകൾ വെച്ചതുകൊണ്ടാണ് ഇന്നും ഇത് ജനങ്ങൾക്ക് കാണാനും. കടവ് റിസോർട്ടിൽ നിന്ന് ജർമ്മൻ, അതോടൊപ്പം വേറെ ഏതൊക്കെ രാജ്യത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്തുനിന്ന് പോലും ഒട്ടനവധി സ്ത്രീകൾ ഇവിടെ വന്ന്, സ്ത്രീകൾ പറഞ്ഞാൽ വിദേശികൾ ഇവിടെ വന്ന് അതെ ഈ നാളികേരം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് മാത്രമല്ല, ബോട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് അതിൻ്റെ ആളുകൾ പത്രത്തിലും ടി വിയിലൊക്കെ വന്ന സമയത്ത് അവർ വന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളിത് അയച്ചിട്ട് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നല്ല ഒരു ചില്ലിൻ്റെ കൂട്ടിൽ ഞങ്ങളിത് സംരക്ഷിച്ചോളാം എന്ന് പറയും. ഞാൻ പറഞ്ഞ് ചില്ലിൻ്റെ കൂട്ടിൽ ഇത് വെച്ചാൽ കേടുന്നു, ഇത് കാറ്റും വെയിലും മഞ്ഞും മഴയും ഒക്കെ കൊണ്ടിട്ടാണ് ഇത് വളർത്തുന്നത്. സ്കൂളിൽ എക്സിബിഷൻ ഉണ്ടായിരുന്ന 2-3 സമയങ്ങൾ വന്ന സമയത്ത് അവരൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൗതുകമായിട്ട് കൊണ്ടുവെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇത് ഇവിടുന്ന് അയച്ചാൽ ഇതിൻ്റെ ആ പ്രൗഢി പോയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഫ്ലക്സിലാക്കിയിട്ട് അത് പ്രദർശിപ്പിച്ചോളി. സാധനം കുട്ടികളെല്ലാം ലൈനായിട്ട് ഇവിടുന്ന് മറ്റുള്ള സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ, അധ്യാപകർ കൂട്ടിക്കൊണ്ടുവന്നിട്ട് 10, 200, 300 കുട്ടികളെ നന്നായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഈ നാളികേരം കാണിച്ച അവസ്ഥയൊക്കെ നമ്മളെ മനസ്സിലും നമ്മളെ ഇതിലൊക്കെ ഉണ്ട്. ഗ്രിൽസ് വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പേ ഇതൊരു തുറസായ സ്ഥലമാണ്. ആർക്ക് ഏത് സമയത്ത് വന്ന് പോകാം. ഇത് എത്ര കാലം നിലനിൽക്കും, കാരണം ഈ കെട്ടിടം ഏതാണ്ട് പഴയതായി കഴിഞ്ഞ് എത്ര കാലം നിലനിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് അന്ന് ഈ ചെറിയക്കാട്ട് അബ്ദുൽ ഖാദറിൻ്റെ മക്കൾ. അവരാണ് ഇപ്പോൾ ഇത് കൊണ്ടു നടക്കുന്നത്. അവർ പോലും ഇത് ഇതിനെ ബുദ്ധിമുട്ടാക്കാനോ അല്ലെങ്കിൽ ഇത് പൊളിച്ചു നോക്കാനോ ഒന്നും ഇന്നത്തെ സമയം വരെ നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. 15 വർഷത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇടയ്ക്കിടയ്ക്കൂടെ വന്ന് തേങ്ങ കാണാനായിട്ട് കുട്ടികളൊക്കെ കാണലുണ്ട്. ഇതിൻ്റെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനെപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. ഇതിൻ്റെ സംരക്ഷണം ശരിക്കും ഞാനും കൂടി ഏറ്റെടുക്കുക. ഇതിനുള്ളിലിപ്പോൾ നോക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഗിൽസ് വെച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിലും ആരും ഒന്നും ചെയ്യില്ല. ഇത് വളരെ ക്ലിയറായിട്ട് ഭദ്രമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതിനിപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ കാലം വരെ ഇത് സംരക്ഷിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളൊക്കെ മരണം വരെ നിലനിൽക്കണം, അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കടമുറി ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ 2 തേങ്ങയും സുരക്ഷിതമായി ചൂടിക്കയറിൽ കെട്ടിയ നിലയിൽ തന്നെ ഇവിടെ ഭദ്രമായിരിക്കുകയാണ്. ആരും അത് അഴിച്ചു മാറ്റിയിട്ടുമില്ല. നാട്ടുകാർ അത് അഴിച്ചു മാറ്റാൻ സമ്മതിക്കുകയുമില്ല. ഈ 2 തേങ്ങ ഇനി എത്ര കാലം ഇതേപോലെ തുടരുമെന്ന് നമുക്ക് കണ്ടറിയാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുവൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.